ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോപാൽജി വീട്ടിൽ നിന്നും ഗിരിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗോപാൽജിയുടെ മനസ്സിലൊരു പ്രതിജ്ഞ ചെയ്യാനിട്ട് ശങ്കരൻ പറഞ്ഞ ആ വാക്കുകൾ അത് സത്യമാവാൻ പോകുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പേടിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു പ്രതിജ്ഞയോടുകൂടി പോവാണ് കേട്ടോ. എന്നിട്ട് പറയണേ, ഇവരുടെ കുടുംബം അതൊന്നായി തീർക്കണം. ആ മഞ്ജുവും എനിക്ക് എതിരാണ്, അതുപോലെ തന്നെ ഈ പറയുന്ന എല്ലാവരും ഈ കുടുംബം നശിപ്പിക്കണമെന്ന തീരുമാനവുമായി ഗോപാൽജി അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. എന്നാൽ ഈ സമയം സ്വപ്നയുടെ അടുത്തോട്ട് ഇങ്ങനെ സംസാരിക്കാൻ വേണ്ടി ഭാനുമ്മ വന്നിരിക്കുകയാണ്. ഇനി എന്തിനുള്ള പുറപ്പാടാണെന്ന് ചോദിക്കുമ്പോഴാണ് ഭാനുമ്മയുടെ ഫോൺ അടിക്കുന്നതായിട്ട്. ഇത് കണ്ടോടെ തന്നെ ഇത് ആരുടെ നമ്പറാണെന്ന് ഭാനുമ്മ ചോദിക്കുമ്പോൾ ഇത് സഞ്ജയ് ഏട്ടൻ്റെയാണെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ അങ്ങ് വാങ്ങാനിട്ടാ. എന്നിട്ട് സ്പീക്കറിലിട്ട് സംസാരിക്കണം. അപ്പോൾ സഞ്ജയ് ചോദിക്കുകയാണ്, മോളെ നിന്നെ കാണാൻ എൻ്റെ അച്ഛൻ വന്നോ? ആ വന്നു. എന്നിട്ട് നിന്നെ വഴക്ക് പറഞ്ഞു? ആ വഴക്ക് പറഞ്ഞു. ഞാൻ എന്നോട് മാപ്പ് പറയുന്നു എന്ന് പറയുമ്പോൾ സ്വപ്ന അമ്മയുടെ മുന്നിൽ അഭിനയിക്കുകയാണ് കേട്ടോ. സഞ്ജയ് ഏട്ടാ, എനിക്ക് അതിലൊരു യാതൊരുവിധ സങ്കടവും. ഗോപാൽജി പറയുന്നതൊക്കെ സത്യമല്ലേ? ഞങ്ങൾ പാവപ്പെട്ട മനുഷ്യന്മാരല്ലേ? പാവപ്പെട്ടവരെ ഒരിക്കലും ഈ പണക്കാരായ ആളുകൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിലെന്താ തെറ്റ്? അച്ഛൻ പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സഞ്ജയ് പറയണം, മോളെ എന്നാലും എന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ല സഞ്ജയേട്ട അച്ഛൻ പറഞ്ഞതുപോലെ നല്ലൊരു വിവാഹ ജീവിതത്തിലോട്ട് പോകണം, അതിലൊന്നും എനിക്ക് യാതൊരു എതിരില്ല എന്ന് പറഞ്ഞ ഉടനെ അല്ല മോളെ, നിനക്കതൊരു സങ്കടമില്ലേ എന്ന് ചോദിക്കാനായിട്ട്. എനിക്കെന്ത് സങ്കടമെന്ന് തിരിച്ച് അങ്ങ് സംസാരിക്കാനായിട്ടോ. എന്നാൽ ഇതൊക്കെ കേട്ട് ഭാനുമ്മ ആകെ ഞെട്ടിപ്പോവാണ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ഭാനുമ്മ ചോദിക്കുകയാണ്, എന്നാലും എടി നീ ഇത്രയും വലിയൊരു ഫ്രോഡാണെന്ന് ഒരിക്കലും വിശ്വസിക്കാനാവുന്നില്ല. ഇങ്ങനെ ഒരാളെ കബളിപ്പിക്കാൻ എൻ്റെ മകൾക്ക് കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യണം അമ്മേ. ഒരു കാര്യം ഞാൻ അമ്മയോട് തീർത്ത് പറയാം, എനിക്കൊരു വിവാഹമുണ്ടെങ്കിൽ അത് ഈ ഗോപാൽജിയുടെ മകനുമായി തന്നെ ആയിരിക്കും. ഗോപാൽജി പോലും അറിയില്ല എൻ്റെ വിവാഹം. എനിക്ക് ഈ വിവാഹം സഞ്ജയെ ഞാൻ കല്യാണം കഴിക്കുന്നത് ഗോപാൽജി പോലും അറിയില്ല. അയാൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി ഞാൻ കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ സ്വപ്നം പറയാൻ കേട്ടോ. എന്നാൽ ഈ സമയം സഞ്ജയുടെ മനസ്സിൽ ഒരു തീപ്പൊരി പോലെ വീണിരിക്കുകയാണ്. സഞ്ജയ് സ്വപ്ന പറഞ്ഞ വാക്കിൽ വല്ലാതെ അങ്ങ് സിമ്പതി തോന്നുകയാണ്. അപ്പോഴാണ് ചാച്ചു കയറി വരുന്നത്. എന്താടാ നീ അവളുമായി സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, എന്താ ചാച്ചു ഞങ്ങളുടെ ബന്ധം അച്ഛനോട് പറഞ്ഞിരുന്നു? അത് പറഞ്ഞു. അവൾ ഒരു കുരുക്കാണ്. ഇപ്പോൾ ഗിരിയുടെ കാര്യത്തിൽ വന്നതുപോലെ തന്നെ ഷാലിക്ക് സംഭവിച്ച ആ അബദ്ധം ഇനി നിനക്കും സംഭവിക്കാൻ പാടില്ല. അപ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയണേ, എന്തിനാ അച്ഛനോട് ഇക്കാര്യം പറയാൻ പോയതെന്ന് ചോദിക്കുമ്പോൾ, എന്താടാ നീ അവളിൽ പെട്ടുപോയോ എന്ന് ചോദിക്കാനേട്ടാ. ഉടൻ തന്നെ സഞ്ജയ് ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ അവിടെ ഇങ്ങനെ ചാച്ചി ചോദിക്കുകയാണ്, ഇത് തന്നെയാണ് നിൻ്റെ അച്ഛനോട് ഞാൻ പറഞ്ഞത്, നീ അവളുടെ സ്നേഹത്തിൽ വീണു പോകുമെന്ന് എനിക്ക് ഒരു പേടി ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇത് മുൻകരുതലായി ചെയ്തത്. അതുകൊണ്ട് എൻ്റെ സ്നേഹം കൊണ്ടാണ് ഞാനിത് ചെയ്തതെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ സഞ്ജയ് പറയണത്, സത്യത്തിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് സ്നേഹമുണ്ടോ? അച്ഛനെ എന്നെ കരുവാക്കുന്നു, ഈ പറയുന്ന ഷാലിനി കരുവാക്കുന്നു, ചാച്ചുവിൻ്റെ ആവശ്യത്തിന് കരുവാക്കുന്നു, അക്കൂട്ടത്തിൽ സ്വപ്നയും ഞാൻ കരുതുന്നു. അല്ലാതെ ആർക്ക് എന്നെ സ്നേഹം? ഇത്രയും കാലം ഷാലിനി വലിയൊരു സംഭവമാണെന്ന് അച്ഛൻ പുകഴ്ത്തി പറഞ്ഞ ആ ഷാലിനി ഇന്ന് തിരിച്ചടി കൊടുത്തപ്പോൾ അച്ഛനിക്കിപ്പോൾ എന്നോടായി. അങ്ങനെ ഓരോരുത്തരും എന്നെ കരുവാക്കിയല്ലേ, ആർക്കാണ് എന്നെ സ്നേഹം? കൂട്ടത്തിൽ ഞാൻ സ്വപ്നയും കൂട്ടുന്നതെന്ന് പറഞ്ഞിട്ട് പോകുന്നു കേട്ടോ. പിന്നീട് ഇവർ രാത്രിയായ ഒരു രംഗമാണ്. അതായത് ഗോപാൽജിയും സഞ്ജയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ സഞ്ജയോട് ചോദിക്കുന്നുണ്ട് ഗോപാൽജി വന്നിട്ട്, എടാ നീ ആക്കിയ ഗുണ്ട മുകുന്ദനെ ഇല്ലാതാക്കുമോ? തീർച്ചയായും ഇല്ലാതാക്കും. അവൻ്റെ പേരെന്താ? ഭീമൻ എന്ന് പറയുന്ന ആ ഭീമൻ എന്ന് പറയുന്നത് ഗിരി പണ്ട് ജയിലിൽ കയറ്റിയവനല്ലേ, അവൻ തന്നെയാണ് ഇത് ചെയ്യുക. കാരണം ഒരു പ്രാവശ്യം മുകുന്ദനെ നല്ല കണക്കിന് ഈ ഭീമം കൊടുത്തിട്ടുണ്ട്, അവനെ തിരിച്ചടിക്കാൻ പോലും കഴിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട്, ഒരു പൊട്ടനാണെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് നിൻ്റെ തോന്നൽ മാത്രം എന്ന് ഗോപാൽജി പറയുകയാണ്. നീ ജോക്കറായി കണ്ടിട്ടുണ്ടെങ്കിൽ ആ ജോക്കറല്ല, അവൻ്റെ നെറ്റിയിൽ ഞാനിന്ന് ഗണ്ണ് ഉപയോഗിച്ചപ്പോൾ അവനൊരു പതറലോ ഒരു പേടിയോ അവൻ്റെ മുഖത്ത് കണ്ടില്ല. എന്നാൽ എന്നെയാണ് അവൻ പതറിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അവനൊരു പൊട്ടനായി നീ കാണേണ്ട എന്ന് ചോദിക്കുമ്പോൾ, നീ കാണണ്ടെന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ഇല്ല, ഇത്തവണ അവനില്ലാതായിരിക്കും എന്ന് പറയട്ടോ. പിന്നീട് ഭീമനെയാണ് കാണിക്കുന്നത്. ഭീമൻ ഇങ്ങനെ അർദ്ധരാത്രിയിൽ അവരുടെ വീട്ടിലോട്ട് ചെല്ലാണ്. അപ്പോൾ ഈ ഭീമൻ ഇങ്ങനെ ചെന്നിട്ട് പുറത്ത് നിന്ന് ബെല്ലടിക്കുകയാണ്. അപ്പോഴാണെങ്കിലും മുകുന്ദൻ ഇങ്ങനെ TV കണ്ടിരിക്കുന്ന ആ ഒരു സമയമായിരിക്കും. അങ്ങനെ ഈ TV ഇങ്ങനെ കാണുന്ന ഈ സമയത്ത് ബെല്ലടി ശബ്ദം കേൾക്കാനായിട്ട്. അപ്പോൾ ഉടൻ തന്നെ പുറത്തോട്ട് ഇറങ്ങി വരികയാണ് മുകുന്ദൻ. അപ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോഴേക്കും ഭീമൻ എന്ത് ചെയ്യുന്നത്, ഒരു ചെടികൾക്കുള്ളിൽ മറിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഭീമൻ ഈ മറിഞ്ഞിരിക്കുമ്പോൾ മുകുന്ദൻ പുറത്തോട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ മുകുന്ദൻ മുന്നിലോട്ട് നടക്കുമ്പോൾ ഭീമൻ പിറകിലൂടെ ഒരു കമ്പി കൊണ്ട് മുകുന്ദൻ്റെ തലക്കണ്ട അടിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് മുകുന്ദൻ ഒരൊറ്റ തിരിച്ചിലോട് കൂടിയിട്ട് ഈ ഭീമനെ അടിച്ച് പരുവമാക്കി ഒരു വിധമാക്കിയിടുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ആകെ ഞെട്ടിപ്പോവാണ്. ഈ ഒരു കാട്ടിൽ കണ്ട് ആകെ എന്തെന്ന് പറയണമെന്നറിയാതെ ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ ഈ പറയുന്ന ഭീമൻ. അപ്പോഴേക്കും ശബ്ദം കേട്ട് ഗൗരിയമ്മ ഓടി വരികയാണ്. അങ്ങനെ ഗൗരിയമ്മ ആ ഒരു വടി കൊണ്ട് അടിയോടടി അടിക്കുമ്പോൾ ഇപ്പുറത്ത് വക്കീലാണെങ്കിൽ അതിലേറെ അടിക്കുന്നു കേട്ടോ. അങ്ങനെ
രണ്ടുപേരും ഭീമനെ അവിടെ നിന്ന് അടിച്ചോടിക്കുമ്പോൾ ഭീമൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ താഴെ വീഴുന്നുണ്ട്. അങ്ങനെ ഭീമൻ അങ്ങ് ഓട്ടം ഓടുമ്പോൾ എൻ്റെ പൊന്നമ്മ എന്താ അഭിനയമാണ്, എന്താ അടിയാണ് എൻ്റെ അമ്മ അടിച്ചത് എന്നൊക്കെയുള്ള ആ വാക്കുകൾ പറയുമ്പോൾ ഉടൻ തന്നെ ഈ ഫോൺ റിങ് ചെയ്യുന്ന കേട്ടോ. അങ്ങനെ ഈ ഫോൺ എടുക്കുകയാണ്. അപ്പോൾ ഫോൺ എടുത്ത ഉടൻ തന്നെ എടാ എന്നിങ്ങനെ ഭീമൻ ചോദിക്കുമ്പോൾ അവൻ്റെ കൈയും കാലും ഒടിച്ചിട്ടോ എന്നൊക്കെ ഇങ്ങനെ ഭീമനാണെന്ന് കരുതി സഞ്ജയ് ചോദിച്ചോടെ തന്നെ ഇല്ല, അവൻ്റെ കൈയും കാലും ഒടിച്ചിട്ടില്ല എന്ന് പറയാനായിട്ട് അവൻ്റെ കൈയും കാലും ഒടിച്ചിട്ടിട്ടുമില്ല, അവൻ്റെ കൈ കാലുകൾ നല്ല കരുത്തോടു കൂടി നിൽക്കുന്നതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒപ്പം സ്പീക്കറിലിടാൻ ഗോപാൽജിയും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ ഗോപാൽജി ആണെങ്കിലോ ഈ ഒരു സംസാരം കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവാണ്. ഇത് മുകുന്ദൻ്റെ ആണല്ലോ എന്നുള്ള ഭാവത്തിൽ നിൽക്കണേ. നീ വിചാരിച്ചാലൊന്നും എന്നെ തൊടാൻ കഴിയില്ലടാ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയം ഗോപാൽജി ഇങ്ങനെ ഞെട്ടലോടുകൂടി ഇങ്ങനെ ഇത് കേട്ട് നിൽക്കുകയാണ്. അപ്പോൾ ശരിക്കും സഞ്ജയ് ഗോപാൽജിയുടെ മുന്നിൽ നാണം കെടുകയാണ്. നീ വിചാരിക്കുന്നത് പോലെയൊന്നും അത്ര പെട്ടെന്ന് എന്നെ ഇല്ലാതാക്കാൻ പറ്റില്ലടാ, എൻ്റെ കൈകാലുകൾ ഒടിക്കാൻ പറ്റില്ലടാ. അന്ന് ഞാൻ സ്വാമിയായതുകൊണ്ട് തന്നെ നീ എന്നെ തിരിച്ചടിച്ചില്ല. എന്നാൽ എനിക്ക് ആ ഒരു കണക്ക് ഭീമനോട് ഉണ്ടായിരുന്നു. അത് അവൻ്റെ മുഖത്ത് നോക്കി ഞാൻ പറയുകയും ചെയ്തു. ആ കണക്കാടാ ഞാൻ ഇന്നേക്ക് തരുന്നതെന്ന് പറഞ്ഞ് ഞാൻ തലങ്ങ് വിലങ്ങ് അവനെ ഇട്ട് ഓടിച്ചടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. ഇതേ സമയം ഗോപാൽജി അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എടാ നീ ആക്കിയ കൊണ്ട് ഇങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ, നീ ഒരു വേസ്റ്റാണെന്ന് എന്നെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് സഞ്ജയെ അപമാനിച്ച് അങ്ങ് വിടുകയാണ് കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലും മുകുന്ദനോട് ഇങ്ങനെ മുകുന്ദനോട് ഗൗരിയമ്മ പറയാണ്, ഞാനൊരു കാര്യം പറയട്ടെ, നീ ഈ കാര്യം ഗിരിയോട് പറഞ്ഞേക്ക്, ഗിരിയൊന്ന് അറിയിച്ചേക്ക്. എൻ്റെ അമ്മ വെറുതെ അവനെ ഇതിലോട്ട് വലിച്ചെടുക്കണ്ട. പിന്നെ നീ ഒരു ഗുണ്ടയാവാനാണ് ഉദ്ദേശം? അതല്ലമ്മേ, അവനൊരു അച്ഛനാണ്, അവൻ്റെ അച്ഛൻ്റെ ആ സ്ഥാനത്ത് കാണണം. അവനിപ്പോൾ ഈ കേസും വഴക്കും കൂട്ടങ്ങളിലൊന്നും നടക്കാതെ ാണ് നല്ലത്. അത് കേട്ടോടെ തന്നെ ഗൗരിയമ്മക്കും അതിലൊരു സത്യമുണ്ടെന്ന് തോന്നാനിട്ട് അത് നീ പറഞ്ഞത് ശരിയാണ്. എന്തായാലും എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇത് നല്ല ജിമ്മ് എടുത്ത തടിയല്ലേ, അതിനെന്ത് പറ്റാനെന്നൊക്കെ പറഞ്ഞ് മുകുന്ദൻ വാ അമ്മ അകത്തോട്ട് പോകാൻ. എന്തായാലും എൻ്റെ അമ്മയുടെ അടി അത് 1.5 അടിയാണ് കേട്ടോ എന്നും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു അടിയൊക്കെ അടിച്ചിട്ട് അവർ അകത്തോട്ട് കയറി പോവുകയാണ്. ഇതേ സമയം ഇങ്ങനെ ഗിരിയെയും മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. അവർ രണ്ടാളും ഇങ്ങനെ ഭക്ഷണം കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ മഞ്ജു പറയണേ, എന്നാലും എൻ്റെ ഗിരിയേട്ട ചെയ്ത് ശരിയായില്ല, ഈ പ്രതിയുടെ അച്ഛനെയൊക്കെ ഇങ്ങോട്ടേക്ക് വീട്ടിലോട്ട് കയറ്റുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. അപ്പോഴേക്കും ഗിരിക്കങ്ങ് ദേഷ്യം പിടിക്കാണ്. പ്രതിയുടെ അച്ഛൻ എന്ന് പറയുന്നത് അത് എന്നെ കാണാനല്ലേ ഗോപാൽജി വന്നത്, അത് ശരിയായിരിക്കാം, പക്ഷേ പ്രതിയുടെ അച്ഛൻ തന്നെയാണ്, അവരൊരു പ്രതിയാണ്. ഇതെനിക്ക് അഭിമാനമല്ല അപമാനമാണ് ഉണ്ടാവുക, ഇത് എന്നെ ചോദ്യം ചെയ്യുകയൊക്കെ പെടും എന്നൊക്കെ പറയുമ്പോൾ ഗിരിക്കങ്ങ് ദേഷ്യം പിടിച്ച് ഒച്ചയെടുക്കുമ്പോൾ ബാനമ്മ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ സ്വപ്നയുണ്ട്, എന്താടാ നീ ഇവളെ അമ്മയാവുമെന്ന പരിഗണന ഒന്നും നിനക്കില്ലേ, ഇവൾക്ക് മാനസിക സമ്മർദ്ദമൊന്നും കൊടുക്കാൻ പാടില്ലെന്ന് നിനക്കറിയില്ലേ എന്ന് പറഞ്ഞ് ഒച്ചയെടുക്കുമ്പോൾ അവിടെ അത് പിന്നെ എന്ന് പറഞ്ഞ് തപ്പിപ്പിടിക്കാനായിട്ട്. അപ്പോഴേക്കും ഷാലിനി ചോദിക്കുകയാണ്, സത്യത്തിൽ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താ, പ്രശ്നം ഒന്ന് പറയാവോ എന്ന് ചോദിക്കാനായിട്ടാണ്. അപ്പോൾ ഉടൻ തന്നെ ഗിരി തപ്പിപ്പിടിച്ചും കൂടി വേഗം പറയാണ്, അത് പിന്നെ ഇവളുടെ അനിയത്തിയുടെ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം പറഞ്ഞതാണ്, അതിനെക്കുറിച്ച് സംസാരിച്ചതെന്ന് പറയാനായിട്ടാണ്. അപ്പോൾ ഇത് കേട്ടോടെ തന്നെ ഒന്നും മിണ്ടാനാവാതെ ഭാനുമങ്ങനെ നിൽക്കണേ. അപ്പോൾ ഞാനിവളുടെ വിവാഹ നിശ്ചയം മഹിമയുടെ വിവാഹ നിശ്ചയം ഉറപ്പിക്കാൻ വേണ്ടിയുള്ള കാര്യം സംസാരിച്ചതാണ് അമ്മേ, അതെന്താ വേണ്ടത്, അമ്മയുടെ അഭിപ്രായമാണ് അറിയേണ്ടത്. അപ്പോഴേക്കും സ്വപ്ന പറയണേ, അതിപ്പോൾ എന്തിനാ ഉറപ്പിക്കാനൊക്കെ ഉള്ളത്, അവളിപ്പോൾ പഠിക്കുന്ന പെണ്ണിനെ വിവാഹമൊക്കെ എന്തിനാ ഉറപ്പിക്കുന്നതെന്ന് ചോദിക്കാനായിട്ടാണ്. അതിന് എന്നോട് ആരും ചോദിക്കാൻ വന്നില്ല, ഇവിടെ ചോദിച്ചത് എൻ്റെ അമ്മയോടാണ്, എൻ്റെ അമ്മ മറുപടി പറഞ്ഞാൽ മതിയെന്ന് പറയണേട്ടാ. അങ്ങനെ ഈ സമയം ഭാനുമ്മ പറയണേ, എന്തായാലും വിവാഹ ഒക്കെ ഉറപ്പിക്കുന്നതിന് മുന്നേ മുകുന്ദൻ്റെയും മഹിമയുടെയും ജാതകം ചേർച്ചയുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇത് മഹിമ റൂമിൽ കിടന്ന് കേൾക്കണം കേട്ടോ. അങ്ങനെ മഹിമ ഇങ്ങനെ പൊട്ടിക്കരയാണ്. അപ്പോൾ ഈ സമയം അവളെ ഒന്ന് വിളിച്ചേന്ന് ഗിരി പറയാണ്. അങ്ങനെ ഗിരി അവളെ വിളിക്കാൻ വേണ്ടി മഞ്ജുവിനെ പറഞ്ഞേക്കുമ്പോൾ മഞ്ജു ഡോറ് തുറക്കുമ്പോൾ പൊട്ടി കരഞ്ഞും കൊണ്ട് തൻ്റെ കണ്ണ് പെട്ടെന്ന് അടിക്കുകയാണ് കേട്ടോ. കാരണം തൻ്റെ ചേച്ചിയോട് മറുപടി പറയാൻ തനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കി കണ്ണ് പെട്ടെന്ന് അടക്കുകയാണ് കേട്ടോ. അപ്പോൾ ചേച്ചി ഇങ്ങനെ വരികയാണ്, മോളെ നിൻ്റെ ജീവിതമാണ് തുടക്കം കുറിക്കുന്നത്, അതുകൊണ്ട് തന്നെ നിൻ്റെ സമ്മതത്തോടു കൂടി നിൻ്റെ അറിവോടു കൂടി ഇത് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, നിൻ്റെ ജീവിതം നല്ലതായി വരണം, ഈ ചേച്ചിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹമാണെന്നൊക്കെ ഇങ്ങനെ തൻ്റെ മകളെ പോലെ മഹിമയെ തലയോടിയിട്ട് മഞ്ജുവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഭാനുമയോട് ചെന്നിട്ട് പറയാണ്, ഗിരിയോടും ചെന്നിട്ട് പറയണം അവൾ ഉറങ്ങിയിരിക്കുന്നു എന്ന് പറയട്ടെ. അതേസമയം ഗിരി പറയണ സാരമില്ല, നാളെ അവളോട് പറഞ്ഞേക്കാം, ജോത്സ്യനെ വിളിക്കുന്നുണ്ട്, ജാതകം കുറിക്കുന്നുണ്ട് എന്നുള്ള സത്യമൊക്കെ അവളോട് നാളെ പറഞ്ഞേക്കാം എന്ന് പറയട്ടോ. ഓക്കെ എന്നും തിരിച്ചു മറുപടി പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം മഹിമയാണെങ്കിലും ഇങ്ങനെ പൊട്ടിക്കരയാണ്. മഹിമക്ക് സങ്കടം താങ്ങാൻ കഴിയുന്നില്ല. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ അഭിയാണ് കാണിക്കുന്ന. അഭിയും തൻ്റെ കൂട്ടാളികളെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരുത്തൻ വന്നിട്ട് പറയണേ, അല്ലടാ ഇപ്പോൾ പഴയതുപോലെ ആ പെണ്ണിന് ക്ലാസ് കട്ട് ചെയ്തിട്ടും പഠിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ പോയിരിക്കുന്നു, ചെറിയൊരു ഉഴപ്പിലുണ്ട്, എന്നാൽ നീ അടുത്ത ഡോസ് കൊടുക്കാൻ നോക്കോ, ഡോസ് അടുത്ത് കൊടുക്കണം, എന്നാലാണ് അവൾ ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് തൻ്റെ ഫോൺ എടുക്കുമ്പോൾ വിപിൻ വന്നിട്ട് പറയണേ, അഭി നിന്നെ കാണാൻ ഒരുത്തി വന്നിട്ടുണ്ട്, ആരെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല, നിന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടു, ഞാൻ നിന്നെ വിളിച്ചിട്ട് വരാമെന്ന്
എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ. ഇങ്ങനെ തൻ്റെ കൂട്ടുകാരൻ, അതായത് അബിയുടെ കൂടെ വേറൊരുത്തരും കൂടി ഉണ്ടല്ലോ, അവനിങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്. ആൾ കൊള്ളാമല്ലോ, ഇവൻ്റെ ഒരു ഭാഗ്യം, ഇവനെ തേടി ആരൊക്കെയാണ് ഈ വരുന്നത് എന്നിങ്ങനെ പറയണേ. എന്തായാലും ഒരു സൂപ്പറാണ്, അതിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോഴാണ് സ്വപ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്ന ആ ഒരു സീൻ കേട്ടോ. അതിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഓരോ എപ്പിസോഡും ത്രില്ലിങ് എപ്പിസോഡ് തന്നെയാണ്. ഗോപാൽജി വന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ സത്യങ്ങളെല്ലാം വെളിയിൽ വരുന്ന ആ ഒരു ത്രില്ലിങ് എപ്പിസോഡാണ്.